Hey guys, welcome back to our YouTube channel WOLO. We only live once. അപ്പോൾ ഇന്ന് ക്രിസ്മസ് സീരീസിന്റെ അടുത്തൊരു വീഡിയോ ആണ്. ഗ്രേപ്പ് വൈൻ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. 1 കിലോ ഗ്രേപ്സ്, 5 ഗ്രാമ്പൂ, 7 ഏലക്ക, 3 മീഡിയം കഷ്ണം കറുവാപ്പട്ട, 1 കൈപ്പിടി നുറുക്ക് ഗോതമ്പ്, 2 ലിറ്റർ തിളപ്പിച്ച് ആറിച്ച വെള്ളം, 1 കിലോ ഷുഗർ. അത്രയ്ക്ക് സ്വീറ്റ് വൈൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 750 ഗ്രാം ഷുഗർ ആദ്യം ഇട്ടിട്ട് നമ്മൾ ഇളക്കി വെക്കുന്ന സമയത്ത് ഷുഗർ നോക്കിയിട്ട് അതിനനുസരിച്ച് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ സ്പൈസസിൻ്റെ ടേസ്റ്റും ഒരുപാട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതിലും കുറച്ച് എമൗണ്ട് ഇട്ടാൽ മതി. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പൈനാപ്പിൾ വൈൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഗ്ലാസ് ജാറ്, പാത്രങ്ങൾ, ഇളക്കുന്ന സ്പൂണ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ കഴുകി വേണം നമ്മൾ എടുക്കാൻ. പൈനാപ്പിൾ വൈൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോയി കണ്ടിട്ട് വാട്ടോ. നന്നായി ഉപ്പിട്ട് കഴുകിയ ഗ്രേപ്സ് നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകി അത് കഴിഞ്ഞ് നമ്മളിപ്പം അത് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൈയും നമ്മൾ നല്ലപോലെ തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് സ്മാഷ് ചെയ്ത് ഇങ്ങനെയാണ് കിട്ടുക. ഇതിനി നമ്മൾ കഴുകി വെച്ച ജാറിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കിലോ ഷുഗർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് സ്വീറ്റ് വൈനാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ ആ 1 കിലോ ഫുൾ ഇപ്പം തന്നെ ഇടുവാണ്. അത് കഴിഞ്ഞ് എടുത്ത് വെച്ച സ്പൈസസും അതിനകത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് കഴുകി വെച്ച നുറുക്ക് ഗോതമ്പ് അതിലേക്ക് ഇടുക. അവസാനമായിട്ട് നമ്മൾ അതിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞൊരു തടിത്തവ വെച്ച് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം അടപ്പ് വെച്ച് അടച്ച് നമുക്കൊരു ക്ലോത്ത് വെച്ച് അത് കെട്ടിക്കൊടുക്കാം. നമ്മൾ എന്നിട്ടിത് എല്ലാ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് അഴിച്ച് വീണ്ടും ഇളക്കി വെക്കണം. അത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുമ്പോൾ എല്ലാ തവണയും തവി തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ഇളക്കാൻ. ഇതിപ്പോൾ നമ്മൾ ഇട്ടിട്ട് 2 ദിവസമായി. അപ്പം ഞങ്ങളൊന്ന് ഇത് തുറന്ന് ഇത് ഇളക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ 2 ദിവസമേ ആയിട്ടുള്ളൂ, എന്നാലും കളർ കാണുമ്പോൾ നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി കുറച്ച് ദിവസം കൂടി ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല കളർ കിട്ടും നമുക്ക് വൈനിന്. ഇപ്പം നമ്മുടെ വൈൻ വെച്ചിട്ട് 21 ഡേയ്സ് ആയി. നമ്മൾ ഊറ്റാൻ പോവാണ്. നമ്മുടെ കുപ്പിയും ഫണലും സ്ട്രെയിനറും തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വൈൻ ജാറ് തുറന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ, ഇത് ഞങ്ങൾ 2 പേരും അല്ല ഇന്ന് ഊറ്റുന്നത്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇന്ന് അച്ചാൻ വന്നിട്ടുണ്ട്. ബിഹൈൻഡ് ദ ക്യാമറയിൽ നിന്ന് ഫ്രണ്ട് ഓഫ് ദ ക്യാമറയിലേക്ക് ആശാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഊറ്റുന്നതിന് മുമ്പേ നമ്മൾ തടിത്തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ആ സ്ട്രെയിനറിനകത്തോട് ഊറ്റാം. ഇത് ഊറ്റിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി മട്ട് താഴേക്ക് വീഴും. അതപ്പോൾ അടിയാൻ കുറച്ച് കൂടുതൽ ഡേയ്സ് വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് വൈൻ റെഡിയാണ്. ഇത് 1 ദിവസം കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം അടിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ദിവസം 2 സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവരുടെ മണ്ടയ്ക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് അച്ഛാ? കിക്കുണ്ടോ? മധുരം കൂടുതലുണ്ടോ? കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഗ്രേപ്പ് വൈനാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ കമൻസിൽ അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്യും കൂടെ വേണം. അപ്പോൾ ക്രിസ്മസ് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.